നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹൂത്തികൾക്ക് മരണ വാറന്റ് ഇറക്കിയിരിക്കുകയാണ് ഇപ്പോൾ നെതന്യാഹു. ഹിസ്ബുള്ളയുടെ ശല്യം തീർന്നു, ഹമാസിനാണെങ്കിൽ ഇപ്പോൾ യുദ്ധം ചെയ്യാനും വയ്യ. എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തല പൊക്കിക്കൊണ്ട് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നത് ഹൂത്തികളാണ്. കുറെ കാലമായി ഇസ്രായേൽ അവരെ ഒഴിഞ്ഞുവെച്ചിട്ട്. എന്നാൽ ഇത്തവണ നെതന്യാഹുവിന്റെ ഈ ഒരു പ്രസ്താവനയിൽ ഹൂത്തികളുടെ കഥ തീർക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. യമനിലെ ഹൂത്തി വിമതർ ടെല്ലവീവിൽ മിസൈൽ പ്രയോഗിച്ചതിനു ശേഷം തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിജ്ഞയെടുത്തിരിക്കുന്നത്. ഇറാന്റെ തിന്മയുടെ അച്ചുതണ്ടിന്റെ അവസാനത്തെ ശേഷിക്കുന്ന ആയുധമായി ഇസ്രായേൽ വിശേഷിപ്പിക്കുന്ന ഹൂത്തികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. അൻസാർ അല്ലാഹ്, അതായത് ദൈവത്തെ പിന്തുണയ്ക്കുന്നവർ എന്നറിയപ്പെടുന്ന ഹൂത്തികൾ തലസ്ഥാനമായ സന ഉൾപ്പെടെ യമനിലെ ഭൂരിഭാഗം ഭാഗങ്ങളും സൗദി അറേബ്യയോട് ചേർന്നുള്ള ചില പടിഞ്ഞാറൻ വടക്കൻ പ്രദേശങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സായുധ സംഘമാണ്. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഹൂത്തികൾ നിയന്ത്രണം നിലനിർത്തുന്നതിനാൽ യമൻ ഒരു ദശാബ്ദമായി ആഭ്യന്തര യുദ്ധത്തിലാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച കാലഘട്ടം മുതൽ തന്നെ ഹൂത്തികളും രംഗത്തുണ്ട്. ഹൂത്തികൾ ചെങ്കടലിലൂടെ പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈൽ ആണെന്ന് അവകാശപ്പെട്ട് ശനിയാഴ്ച ഹൂത്തികൾ ഇസ്രായേലിലെ വാണിജ്യ കേന്ദ്രം ആക്രമിച്ചിരുന്നു. 16 പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പേർക്ക് അവരുടെ വീടുകൾ വിടാൻ നിർബന്ധിതരാവുകയും ചെയ്തിരുന്നു. ഇറാൻ തിന്മയുടെ അച്ചുതണ്ടിന്റെ ഭീകര ആയുധങ്ങൾക്കെതിരെ തങ്ങൾ ഹൂത്തികൾക്കെതിരെയും ശക്തിയോടെയും നിശ്ചയദാർഢ്യത്തോടെയും സങ്കീർണതയോടെയും പ്രവർത്തിക്കുമെന്നാണ് നെതന്യാഹു പങ്കുവച്ചിട്ടുള്ള വീഡിയോയിലൂടെ പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. ശനിയാഴ്ചത്തെ ടെല്ലവീവിൽ ഹൂത്തികൾ ഇസ്രായേലിനെതിരെ നടത്തിയ രണ്ടാമത്തെ ആക്രമണമാണത്. ഗാസയിലെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷമുള്ള നിരവധി ആക്രമണങ്ങളിൽ ഒന്നാണ് ഇതും. ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായിരിക്കെ പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായി ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തികൾ ആദ്യമേ അറിയിച്ചിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടാണ് ഹൂത്തികൾ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നത്. പക്ഷേ ഹൂത്തികൾ നടത്തുന്ന ആക്രമണം ഒന്നും തന്നെ ഇസ്രായേലിനെ തൊടാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ഈ അടുത്തായിട്ട് നടത്തിവിട്ട ആക്രമണങ്ങളിൽ ഒരെണ്ണം ഇസ്രായേലിനെ തടുക്കാനായിട്ട് സാധിച്ചില്ല. ഇസ്രായേലിനെതിരെ ഹമാസിന്റെ മാരകമായ ആക്രമണത്തെ തുടർന്ന് 2023 ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ചത്. ഹൂത്തികൾ ടെല്ലവീവിൽ ആക്രമണം നടത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷം ശനിയാഴ്ച യമനിലെ വിമത തലസ്ഥാനമായ സനയിലെ ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായി അമേരിക്ക പറഞ്ഞതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ ഏറ്റവും പുതിയ അഭിപ്രായ പ്രകടനം വന്നിരിക്കുന്നത്. ലക്ഷ്യങ്ങളിൽ ഹൂത്തി മിസൈൽ സംഭരണ കേന്ദ്രവും കമാൻഡ് ആൻഡ് കൺട്രോൾ സൗകര്യവും ഉൾപ്പെടുന്നുവെന്നും US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. ചെങ്കടലിന് മുകളിലൂടെ ഹൂത്തികളുടെ ഒന്നിലധികം ഡ്രോണുകളും കപ്പൽ വിരുദ്ധ ക്രൂയിസ് മിസൈലുകളും US സേന വെടിവെച്ചിട്ടതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നിരുന്നാലും 2 US നാവിക പൈലറ്റുമാരെയും അബദ്ധത്തിൽ ഞായറാഴ്ച പുലർച്ചെ ചെങ്കടലിന് മുകളിലൂടെ US വെടിവെച്ച് വീഴ്ത്തി. സൗഹൃദ വെടിവെപ്പിന്റെ വ്യക്തമായ സാഹചര്യത്തിൽ US സൈന്യം പറഞ്ഞതാണ്. ഒരു ദിവസം മുമ്പ് വിമാനവാഹിനി കപ്പലായ USS ഹാരിയസ് ട്രൂമാനെ തങ്ങൾ ലക്ഷ്യം വെച്ചതായി ഹൂത്തികൾ പിന്നീട് അവകാശപ്പെട്ടിരുന്നു. ഇതൊരു ഓപ്പറേഷനിൽ ഒരു F-15 വിമാനം വെടിവെച്ചിടുന്നതിന് കാരണമായി. ആഗോള വ്യാപാരത്തിന് സുപ്രധാനമായ ചെങ്കടലിനെയും ഏദൻ ഉൾക്കടലിനെയും കപ്പൽ ഗതാഗതത്തിന് നേരെയുള്ള ഹൂത്തികളുടെ ആക്രമണത്തിന് മറുപടിയായി USഉം ബ്രിട്ടീഷ് സേനയും യമനിലെ വിമത കേന്ദ്രങ്ങൾ ആവർത്തിച്ച് ആക്രമിച്ചിരുന്നു. എന്നിരുന്നാലും വീണ്ടും ആക്രമണവുമായി വരികയാണ് ഹൂത്തികൾ. തങ്ങളുടെ പ്രദേശത്തിനെതിരായ വിമത ആക്രമണത്തിന് ശേഷം തുറമുഖങ്ങളും ഊർജ്ജ സൗകര്യങ്ങളും ഉൾപ്പെടെ യമനിലെ ഹൂത്തികളെ ഇസ്രായേൽ മുൻപ് ആക്രമിച്ചിട്ടുണ്ട്. ഹൂത്തികൾക്കെതിരായ ഏറ്റവും പുതിയ ഇസ്രായേലിന്റെ ആക്രമണം വ്യാഴാഴ്ചയായിരുന്നു. ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആദ്യമായി സനയിൽ ആക്രമണം നടത്തിയ ദിവസം. വിമതർ മിസൈൽ പ്രയോഗിച്ച് ഇസ്രായേൽ സ്കൂളിന് കേടുപാടുകൾ വരുത്തിയതിന് തൊട്ട് പിന്നാലെയാണ് ഇസ്രായേൽ പ്രതികരണം. ഞായറാഴ്ച നെതന്യാഹു വാഷിംഗ്ടണിന്റെ പിന്തുണ അംഗീകരിച്ചു. ഹൂത്തികൾക്കെതിരായ പോരാട്ടത്തിൽ ഇസ്രായേൽ ഒറ്റയ്ക്കല്ലെന്നും പറഞ്ഞു. USഉം മറ്റു രാജ്യങ്ങളും ഹൂത്തികൾ അന്താരാഷ്ട്ര ഷിപ്പിംഗിന് മാത്രമല്ല അന്താരാഷ്ട്ര ആക്രമണത്തിന് ഭീഷണിയായാണ് കാണുന്നത്. നെതന്യാഹുവിന്റെ തന്റെ വീഡിയോ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ച ആദ്യം പുറത്തിറക്കിയ സമാനമായ പ്രസ്താവനയിൽ ഇസ്രായേലിനെതിരായ അവരുടെ ആക്രമണത്തിലെ ഹൂത്തികൾ വളരെ വലിയ വില നൽകേണ്ടി വരുമെന്നും നെതന്യാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും സിറിയയിലെ അസദ് ഭരണകൂടത്തിനും ശേഷം ഹൂത്തികൾ ഇറാന്റെ തിന്മയുടെ അച്ചുതണ്ടിന്റെ ഏതാണ്ട് അവസാന ഭുജമാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിനെ ദ്രോഹിക്കുന്നവർ വളരെ വലിയ വില നൽകേണ്ടി വരുമെന്ന കഠിനമായ വഴി അവർ കണ്ടെത്തുകയും ചെയ്യും. ഹമാസിനെ കൂടാതെ
യമനിലെ ഹൂത്തികളും ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരായ സമ്പൂർണ്ണ യുദ്ധവും ഉൾപ്പെടെ ഗാസയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ പ്രദേശത്തുടനീളമുള്ള ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളുമായി ഇസ്രായേൽ പോരാടിയിട്ടുണ്ട്. ഒക്ടോബർ 7 ആക്രമണത്തിന്റെ സൂത്രധാരൻ ഹമാസ് മേധാവി യഹിയ സിൻവർ, ഇറാൻ കമാൻഡർ എന്നിവരുൾപ്പെടെ ഹമാസിന്റെ ഹിസ്ബുള്ളയുടെയും നിരവധി നേതാക്കളെ ആ പ്രചാരണങ്ങൾ കൊലപ്പെടുത്തി. ഇസ്രായേൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെയും വധിച്ചു. അതേസമയം സിൻവറിന്റെ മുൻഗാമിയായ ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് നടന്ന ആക്രമണത്തിലും കൊല്ലപ്പെട്ടു. ഇറാന് ഹമാസും ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി. ലെബനൻ അധികാരികൾ പറയുന്നതനുസരിച്ച് പൊട്ടിത്തെറിക്കുന്ന പേജറുകളും വാക്കി ടോക്കികളും ഉൾപ്പെട്ട ആക്രമണങ്ങളിലൂടെ ഇസ്രായേൽ ഹിസ്ബുള്ളയെ കൂടുതൽ ഞെട്ടിച്ചു. ഇത് ഡസൻ കണക്കിന് പോരാളികളെ കൊല്ലുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നവംബർ അവസാനത്തോടെ ഇസ്രായേൽ ഹിസ്ബുള്ളയെ വെടിനിർത്തൽ സമ്മതിച്ചു. ഇത് ലെബനനിലുള്ളിലെ മുൻകാല സ്ഫോടനാത്മക ബോംബാക്രമണം അവസാനിപ്പിച്ചു. എന്നാൽ ഇസ്രായേലി സൈനികർ ഇപ്പോഴും അയൽ രാജ്യത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഹൂത്തികൾക്കുള്ള കനത്ത മുന്നറിയിപ്പാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരുപക്ഷെ അമേരിക്കയുടെ സഹായത്തോടെയായിരിക്കാം, അല്ലെങ്കിൽ ഇസ്രായേൽ നേരിട്ടോ യമനിലോട്ടോ ഹൂത്തികളെ കേന്ദ്രീകരിച്ചോ വലിയൊരു തിരിച്ചടി നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.